ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ പുതിയൊരാഴ്ചയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. വിപണിയെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരാഴ്ചയാണെന്ന് പറയാം. കാരണം Q1 റിസൾട്ടുകൾ അനൗൺസ് ചെയ്തു തുടങ്ങിയിരിക്കുന്നു. പ്രധാനപ്പെട്ട റിസൾട്ടുകൾ വരുന്ന ഒരാഴ്ച. അതുപോലെ തന്നെ ഇന്ത്യൻ എക്കോണമി പ്രതീക്ഷയുടെ നാമ്പിലാണ്. ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട പുതിയ സർക്കാരിൻ്റെ ബജറ്റ് എന്തായിരിക്കുമെന്നുള്ള വിപണിയെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ടേൺ അറൗണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരാഴ്ചയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ ആഴ്ച നമുക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടാണ്. വെള്ളിയാഴ്ച ഒരു കറക്റ്റ് യൂട്ടേൺ അടിച്ചിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. കാരണം TCSൻ്റെ റിസൾട്ട് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ആകെ തന്നെ മാറ്റിക്കഴിഞ്ഞു. അതിനെ തുടർന്ന് IT സെക്ടറിൽ മൊത്തം TCSൻ്റെ റിസൾട്ടിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം, ഒരു വർഷത്തിനിടയിലുള്ള ഏറ്റവും നല്ല ക്വാർട്ടർലി റിസൾട്ടാണ് TCS കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സെഗ്മെൻറ്റ്, അവരുടെ പ്രധാനപ്പെട്ട ബിസിനസ് ആയിട്ടുള്ള ബാങ്കിങ് BFSI സെക്ടറിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട്. പക്ഷേ ഇപ്പോഴും മാനേജ്മെൻറ്റ് കമൻട്രിയിൽ നിന്ന് അവർ കുറച്ചുകൂടി കോഷ്യസ് ആണ്. ഓർഡർ ഡിമാൻഡ് അനുസരിച്ചിട്ടും ഡിമാൻഡ് വരുന്ന പൈപ്പ് ലൈൻ അനുസരിച്ചിട്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ള കോഷ്യസ് മൂവിലാണ് അവരുള്ളത്. എങ്കിലും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന റിസൾട്ട് വളരെ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് അതിനെ പോസിറ്റീവായിട്ട് എടുത്തു. അതിനെ തുടർന്ന് മറ്റ് IT കമ്പനികളും അതേ പാത പിന്തുടരുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് IT കമ്പനികളിലൊക്കെ തന്നെ വെള്ളിയാഴ്ച ഒരു മൊമെൻറ്റ് കണ്ടത്. സോ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് കുറച്ച് പോസിറ്റീവായിരിക്കുന്നു TCSൻ്റെ റിസൾട്ടോട് കൂടി എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്ന് വരുന്ന വാർത്തകളും പോസിറ്റീവാണ്. കാരണം അവിടെ 3% ഇൻഫ്ലേഷൻ ടാർഗറ്റ് വന്നിരിക്കുന്നു. 2% അവരുടെ ടാർഗറ്റ്, 3% എത്തിയിരിക്കുന്നു. അത് വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അപ്പോൾ സെപ്റ്റംബറോട് കൂടി റേറ്റ് കട്ട് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഗ്ലോബൽ ഫ്രണ്ടിൽ പ്രശ്നങ്ങളില്ല. ക്രൂഡ് അറ്റ്ലീസ്റ്റ് കുറയുന്നില്ലെങ്കിലും അത് കൂടുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തിയിരിക്കുന്നു. ഗ്ലോബൽ ടെൻഷൻ ന്യൂട്രലാണ്. ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഗ്ലോബൽ ഫ്രണ്ടിലില്ല. സോ അതുകൊണ്ട് തന്നെ ഒരു ന്യൂട്രൽ എഫക്റ്റാണ് മാർക്കറ്റിനെ, ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ട്രിഗറുകളുള്ള ആഴ്ചയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീക്കിലി നമുക്ക് ഈ വീക്ക് കൂടുതൽ റിസൾട്ടുകളുണ്ട്, പ്രധാനപ്പെട്ട റിസൾട്ടുകൾ വരാനുണ്ട് ഈ ആഴ്ച. അതുപോലെ TCSൻ്റെ റിസൾട്ട് വന്നു. ശനിയാഴ്ച വന്നിരുന്നത് അവന്യൂ സൂപ്പർ മാർക്കറ്റിൻ്റെ റിസൾട്ട് സ്ട്രോങ് ആണ്. സ്ട്രോങ് ഇൻ ദ സെൻസ് മാർക്കറ്റ് എസ്റ്റിമേഷൻ അടുത്ത് വന്നിട്ടില്ല, എങ്കിലും മാർക്കറ്റ് വിചാരിച്ചതിനേക്കാൾ ഒരു 100 കോടിയിലധികം പ്രോഫിറ്റ് കുറവാണ്. അതുകൂടിയുണ്ട്. പിന്നെ വെള്ളിയാഴ്ച വന്നിരിക്കുന്ന ഇൻഫ്ലേഷൻ, റീറ്റെയിൽ ഇൻഫ്ലേഷൻ്റെ ഫിഗർ കുറച്ച് അലാമിംഗ് ആണ്. കാരണം ഫുഡ് ഇൻഫ്ലേഷൻ്റെ വളരെയേറെ വർധനവ്, 9.9% മുകളിലേക്ക് വന്നിരിക്കുന്നു ഫുഡ് ഇൻഫ്ലേഷൻ. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ 5.08% വന്നിരിക്കുന്നു. അത് മാർക്കറ്റിനെ സംബന്ധിച്ച് ചെറിയൊരു അലാമിംഗ് സിറ്റുവേഷനാണ്. കഴിഞ്ഞ 3 മാസത്തിനിടയിലുള്ള ഏറ്റവും വലിയ ഇൻഫ്ലേഷൻ റേറ്റാണ് വന്നിരിക്കുന്നത്. വെജിറ്റബിൾസ്, പൾസസ്, അതുപോലെ തന്നെ ധാന്യങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിലയിൽ വലിയ രീതിയിലുള്ള വർധനവ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഫുഡ് ഇൻഫ്ലേഷൻ ഇങ്ങനെ വന്നിരിക്കുന്നത്. അതിപ്പോൾ എഡിബിൾ ഓയിൽസിൽ മാത്രമാണ് ഡിഫ്ലേഷൻ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവ് ഗ്രോത്ത് വന്നിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ സാധനങ്ങളിലെ വിലയിലും വർധനവ് വന്നിട്ടുണ്ട്. മീറ്റ്, ഫിഷ്, ബാക്കിയുള്ള എല്ലാ ഫുഡ് ഐറ്റംസിലും വലിയ രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമയം 4.35 ഉണ്ടായിരുന്ന ഫുഡ് ഇൻഫ്ലേഷനാണ് ഇപ്പോൾ 9.38 വന്നിരിക്കുന്നത്. സോ ഓൾമോസ്റ്റ് ഡബിളിന് മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് FMCG കമ്പനികളെ സംബന്ധിച്ചിട്ട് നെഗറ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില ഗ്രോത്ത് ഔട്ട്ലുക്ക് നമുക്ക് ചെറിയ രീതിയിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ച് മൺസൂൺ ഇപ്പോൾ വന്നു കഴിഞ്ഞു, മൺസൂൺ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോവുകയാണെങ്കിലും ഖരീഫ് സീസൺസൊക്കെ നല്ല രീതിയിൽ വരികയാണെങ്കിൽ ചെറിയ രീതിയിൽ ഇതിൽ പിടിച്ചു കെട്ടാൻ പറ്റും. നമുക്ക് ഓർമ്മയുണ്ടാവുമെന്നറിയില്ല, ഈ ഒരു കാര്യത്തെ പറ്റി, ഗ്ലോബൽ ഫുഡ് ഇൻഫ്ലേഷനെ പറ്റി ഞാനൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഓൾമോസ്റ്റ് ഡബിളായി. ഇൻഫ്ലേഷനാണ് അടുത്ത ഒരു വർഷം കൊണ്ട് നമുക്ക് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത്. സോ ഇത് പതുക്കെ വളരുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഒരു 5 to 6 months പ്രോസ്പെക്റ്റിൽ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്, ഈ വർദ്ധിച്ചു വരുന്ന ഫുഡ് ഇൻഫ്ലേഷനും കാര്യങ്ങളൊക്കെ തന്നെ. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് IIP. പക്ഷേ നമ്മളെ സംബന്ധിച്ചിട്ട് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റ 7 മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലാണുള്ളത്. അതൊരു പോസിറ്റീവ് ഔട്ട്ലുക്കാണ് മാർക്കറ്റിന് കൊടുക്കുന്നത്. അപ്പോൾ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 24,502 ക്ലോസിങ്. 24,592 എന്ന് പറയുന്ന ഒരു ഓൾ ടൈം ഹൈ വെള്ളിയാഴ്ച സെൻസെക്സും നിഫ്റ്റിയും. അതുപോലെ തന്നെ സെൻസെക്സിൽ 80,893 എന്ന് പറയുന്ന ഒരു ഹൈ ടച്ച് ചെയ്യുണ്ടായി. അതിനുശേഷമാണ് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങോട് കൂടി 24,502 ക്ലോസ് ചെയ്തിരിക്കുന്നത്. വളരെ ശക്തമായിട്ടുള്ള ക്ലോസിംഗ് ആണ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട്. 24,500 മുകളിലുള്ള ക്ലോസിംഗ്. സോ FIIs കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബൈയിങ് മോഡിലേക്ക് വന്നിട്ടുണ്ട്. വ്യാഴാഴ്ച അവർ സെല്ലിംഗ് മോഡിലായിരുന്നു, പക്ഷേ വെള്ളിയാഴ്ച നല്ല രീതിയിൽ TCSൻ്റെ റിസൾട്ട് വന്നതോടുകൂടി അവർ നല്ല രീതിയിൽ ബൈ മോഡിലേക്ക് വന്നിരിക്കുന്നു.
വെള്ളിയാഴ്ച അവർ 4021 കോടി രൂപയുടെ ബൈങ് ആണ് നടത്തിയിരിക്കുന്നത് ക്യാഷ് മാർക്കറ്റിൽ. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 1651 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. FIIസിൻ്റെ ഫ്യൂച്ചർ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും അതുപോലെ തന്നെ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും അവർക്ക് പോസിറ്റീവ് ഫിഗറാണുള്ളത്. അതേസമയം ഇൻഡെക്സ് ഓപ്ഷൻസിലും സ്റ്റോക്ക് ഓപ്ഷൻസിലും നെഗറ്റീവ് ഫിഗറാണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു നിഫ്റ്റി ഇപ്പോഴും അല്ലെങ്കിൽ മാർക്കറ്റ് ഇപ്പോഴും ഒരു പോസിറ്റീവ് ട്രജക്ടറിയിൽ തന്നെയാണ് ഉള്ളത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് സോൺ നിഫ്റ്റിക്ക് വർദ്ധിക്കാൻ സാധ്യത 24,600-650 ആണ്. 24,600-650 മുകളിൽ ഒരു സ്റ്റേബിളായിട്ടുള്ള മാർക്കറ്റ് ക്ലോസിംഗ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പോസിറ്റീവ് മൂവിലേക്ക് വരാനുള്ളത്. സോ ആ ഒരു റേഞ്ചിൽ ഇപ്പോൾ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അതിന് മുകളിലേക്ക് പോകാനുള്ള ഒരു വലിയ ട്രിഗർ എന്തെങ്കിലും മാർക്കറ്റിൽ ഉണ്ടാവണമെന്ന് മാത്രം. അതേസമയം ഡൗൺ സൈഡ് നോക്കുകയാണെങ്കിൽ 24,350 ആണ്. 24,350 to 24,400 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണാണ്. സോ 24,350 ഡൗൺ സൈഡിലും 24,650 അപ്പർ സൈഡിലുമുള്ള ഒരു ട്രജക്ടറി ആയിരിക്കും മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ക്രൂഷ്യലായിട്ടുള്ളത്. ഇതിന് മുകളിലേക്കുള്ള ഒരു ബ്രേക്ക് ഔട്ട് തീർച്ചയായിട്ടും മാർക്കറ്റിൽ വീണ്ടും ഒരു 100-200 പോയിൻറ്റിൻ്റെ റാലി നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. അതേസമയം ഡൗൺ സൈഡിൽ 24,300 താഴെയുള്ള ക്ലോസിംഗ് ബേസിൽ 24,300 താഴെ പോവുകയാണെങ്കിൽ വീണ്ടും ഒരു തിരുത്തലിന് വിപണി വിധേയമായെന്ന് വരാം. ഇതാണ് മാർക്കറ്റ് ഔട്ട്ലുക്ക്. ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരേ ഒരു കാര്യം ബജറ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ്. ബജറ്റിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അബ്സ്ട്രാക്റ്റായിട്ട് തോന്നുന്നത്, നമുക്ക് 3 സ്റ്റേറ്റ് ഇലക്ഷൻസ് വരുന്നുണ്ട്. ഇത് പ്രത്യേകിച്ചും ഒരു കൊലേഷൻ ഗവൺമെൻറ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബജറ്റിന് മാർക്കറ്റിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് പോപ്പുലസ് ആയിട്ടുള്ള കാര്യങ്ങൾ ബജറ്റിൽ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള വെൽഫെയർ മെഷേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ മാർക്കറ്റിന് അത് ഫേവറബിൾ ആവണമെന്നില്ല. അതേസമയം മാർക്കറ്റ് എപ്പോഴും ആഗ്രഹിക്കുന്നത് ബിസിനസ് പ്രോസ്പെക്ട്സിൽ ബിസിനസ്സുകൾക്ക് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിന് വളരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഔട്ട്ലുക്ക് കൊടുക്കുന്ന ഗ്രോത്ത് പ്രോസ്പെക്ട്സ് കൊടുക്കുന്ന ബജറ്റുകളായിരിക്കും. അപ്പോൾ ഈ അവസ്ഥയിൽ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഈ 3 സ്റ്റേറ്റ് ഇലക്ഷൻ നേരിടേണ്ടതുണ്ട്. അതായത് പ്രത്യേകിച്ച് മഹാരാഷ്ട്ര ഇലക്ഷനൊക്കെ. അപ്പോൾ അതിൽ കുറച്ചുകൂടി പോപ്പുലസ് ആയാൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള ക്യാഷ് റിച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ RBI കൊടുത്തിരിക്കുന്ന ഡിവിഡൻഡ് 2.5 ലക്ഷം കോടി രൂപയുടെ ഡിവിഡൻഡ് കൊടുത്തിരിക്കുന്നു. വിചാരിക്കാതെ 1.5 ലക്ഷം കോടി രൂപ അധികമായിട്ട് വന്നിരിക്കുന്നു. ഈ ഒരു പണം ഉപയോഗിച്ചുകൊണ്ട് വെൽഫെയർ സ്കീമിലേക്കോ മറ്റോ പോവുകയാണെങ്കിൽ മറ്റുള്ള ഫോക്കസ് അതുപോലെ തന്നെ നിർത്താൻ പറ്റും. അതായത് ഇൻഫ്രാസ്ട്രക്ചറും റിന്യൂവബിൾ എനർജിയും കാര്യങ്ങളൊക്കെ തന്നെ, അതുപോലെ റെയിൽവേ അടക്കമുള്ള വികസന കാര്യങ്ങൾ അതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഈ ക്യാഷ് വെൽഫെയർ മെഷേഴ്സിന് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് അത് പോസിറ്റീവായിട്ട് തന്നെ എടുക്കാൻ സാധ്യതയുണ്ട്. അതേസമയം കൂടുതൽ പോപ്പുലസ് ആവാൻ വേണ്ടിയിട്ട് മറ്റുള്ള പല മെഷേഴ്സും എടുക്കുകയാണെങ്കിൽ ഗവൺമെൻറ് ബഡ്ജറ്റ് അത് കൂടുതലായിട്ട് മാർക്കറ്റ് അത് പോസിറ്റീവായിട്ട് എടുക്കണമെന്നില്ല. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിശ്ചയമാണ്, ഒരു ബാലൻസ്ഡ് ബഡ്ജറ്റാണ് മാർക്കറ്റിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. സ്വാഭാവികമായിട്ടും ഒരു ബഡ്ജറ്റ് വരുന്ന സമയത്ത് മാർക്കറ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറൽ, ആഗ്രോ കെമിക്കൽ, ഫെർട്ടിലൈസർ സെക്ടർ, കാർഷികരുമായിട്ട് ബന്ധപ്പെട്ട സെക്ടേഴ്സാണ്. അതെന്തായാലും ഗവൺമെൻറ് ഇപ്രാവശ്യം ഫോക്കസ് ചെയ്തേ പറ്റുള്ളൂ. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലുള്ള ഷുഗർ കെയിൻ കർഷകർ പോലുള്ളവരെ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഓണിയൻ പ്രൈസും കാര്യങ്ങളൊക്കെ തന്നെ ഓൾറെഡി ഒരു മഹാരാഷ്ട്രയിൽ അത്രമാത്രം സുഖകരമല്ല കർഷകരുടെ ഇടയിൽ BJPയുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടി നന്നാക്കിയെടുക്കാൻ തീർച്ചയായിട്ടും ഗവൺമെൻറ് ശ്രമിക്കേണ്ടതായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ശ്രമിക്കും എന്നുള്ളത് തന്നെയാണ് വിചാരിക്കുന്നത്. അതേസമയം പല സെക്ടറുകളിൽ ഇപ്പോൾ ഡിഫൻസൊക്കെ ഓൾറെഡി ഫോക്കസ്ഡ് ആണ്. ഡിഫൻസിലൊക്കെ നോക്കുന്ന സമയത്ത് വളരെ ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള ഓഹരികൾ കാണാൻ പറ്റും. ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നല്ല, ചിലപ്പോൾ ഇവിടുന്ന് വീണ്ടും ഒരു 10-20% പോയേക്കാം. പക്ഷേ ഓൾറെഡി വലിയ രീതിയിൽ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു തീമായിട്ട് ഇപ്പോൾ ഡിഫൻസ് മാറിയിട്ടുണ്ട്. എല്ലാവരും ആദ്യ പ്രിഫറൻസ് കൊടുക്കുന്നത് ഡിഫൻസ് എന്നുള്ളതാണ്. ഈ പല ഓഹരികളും വളരെ ഓവർ പ്രൈസ്ഡ് ആണ്. വളരെയേറെ പല ഡിഫൻസ് മാത്രമല്ല പല മറ്റുള്ള സെക്ടറുകളിലും തന്നെ ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള ഓഹരികൾ കാണാനുണ്ട്. അപ്പോൾ ഈ സമയത്ത് മാർക്കറ്റിൽ അധികം റണ്ണ് ചെയ്തിട്ടില്ലാത്ത എന്നാൽ ഗ്രോത്ത് പ്രോസ്പെക്ട്സ് ഉള്ള ഓഹരികളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതായിരിക്കും നല്ലത്. സോ അതുപോലെ തന്നെയാണ് പവർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട്. പവർ സെക്ടർ അധികം രീതിയിൽ ഇപ്പോൾ അടുത്തായിട്ട് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെന്നല്ലാതെ പവർ സെക്ടറിൽ വലിയൊരു റാലി ഇതുവരെ സംഭവിച്ചിട്ടില്ല. സോ പവർ, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ, എനർജി, ഈ സെഗ്മെൻറ്റുകൾ, FMCG സെഗ്മെൻറ്റ് ഒരു സേഫ് സോണിലാണ്. കാരണം ഈ രീതിയിൽ ഗവൺമെൻറ് പോപ്പുലസ് ബഡ്ജറ്റ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് ഗ്രാമീണ വിഭാഗങ്ങളിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ ക്യാഷ് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂട്ടുക, ടാക്സ് ലാബിൽ ഇളവ് കൊടുക്കുക, ഇങ്ങനെയാണെങ്കിൽ ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ ക്യാഷ് വരാൻ സാധ്യതയുണ്ട്. ഈ ക്യാഷ് ഉപയോഗിച്ച് അവർ പർച്ചേസ് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ ആവശ്യ സാധനങ്ങൾ വാങ്ങാനുള്ള അവരുടെ
കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുന്ന തരത്തിൽ FMCG കമ്പനികൾക്ക് പോസിറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ട്. സോ FMCG, പവർ, എനർജി, പവർ ട്രാൻസ്മിഷൻ രംഗങ്ങളിലുള്ള കമ്പനികളിൽ ഫോക്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ സിമൻറ്റ് ഓഹരികളും ഓൾറെഡി കുറച്ച് സിമൻറ്റ് ഓഹരികളിൽ ഇപ്പോഴും പ്രൈസിങ് ബാക്കിയുണ്ടെന്ന് പറയാം. അങ്ങനെ വളരെ സെലക്റ്റീവായിട്ടുള്ള പോക്കറ്റുകളായിരിക്കും നമുക്ക് ഈ സമയത്ത് നിക്ഷേപിക്കാൻ അനുയോജ്യമായിട്ടുള്ളത് എന്നുള്ളതാണ്. സോ മാർക്കറ്റ് ഈ ആഴ്ചയും ബജറ്റ് സ്പെസിഫിക് ആയിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഷിപ്പ് ബിൽഡിങ്ങിൻ്റെ ചില റൂമേഴ്സ് മാർക്കറ്റിൽ വന്നു. മാരിടൈം ഫണ്ട് വരുന്നു, ഷിപ്പിംഗ് ഹബ്ബായിട്ട് ഇന്ത്യയെ മാറ്റാൻ. കാരണം ഇപ്പോൾ ഗ്ലോബൽ റേറ്റിംഗിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഷിപ്പ് ബിൽഡിങ്ങിന് വലിയ രീതിയിൽ പ്രാതിനിധ്യം ഇല്ല. അപ്പം ഷിപ്പ് ബിൽഡിങ്ങിന് കൊടുത്തിരിക്കുന്ന കൺസെഷൻ 2030 വരെ തുടരാൻ സാധ്യതയുണ്ട്. ഷിപ്പ് ബിൽഡേഴ്സിന് ഈസി ആയിട്ട് ഫിനാൻസ് ലഭ്യമാക്കുക. ഇതൊക്കെ ബലത്തിൽ പല ഷിപ്പിംഗ് സ്റ്റോക്കുകളും വളരെയേറെ നല്ല രീതിയിൽ റാലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം ഷിപ്പിംഗ് സ്റ്റോക്കുകൾ നോക്കുന്നവരെ സംബന്ധിച്ചിട്ട് ഇപ്പോഴും കുറച്ചുകൂടി ആഡിക്വേറ്റ് ആയിട്ട് പ്രൈസ്ഡ് ആയിട്ടുള്ളത് ജി ഷിപ്പിംഗ് ആണ്. നമ്മുടെ സ്വിംഗ് സ്കീം മെമ്പേഴ്സിന് അറിയാം, ജി ഷിപ്പിംഗ് ഒക്കെ നമ്മൾ 600-700 രൂപ നിലവാരത്തിൽ പലപ്പോഴായിട്ട് എൻ്റർ ചെയ്തതാണ്. പലപ്പോഴായിട്ട് നമ്മൾ എൻ്റർ ചെയ്യും. അവിടെ നിന്നൊക്കെ ഇതിപ്പോൾ ഡബിളായി മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല സ്റ്റോക്കുകൾ, അഡിക്വേറ്റ് ആയിട്ടുള്ള പ്രൈസിങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഇപ്പോഴും അധികം ആളുകൾ ശ്രദ്ധിക്കാത്ത ഓഹരികളിലേക്ക് മാറുന്നതായിരിക്കും കുറച്ചുകൂടി സേഫ് സോൺ എന്ന് പറയാം. അങ്ങനെ നല്ല ഓഹരികളുണ്ട്. പവർ ട്രാൻസ്മിഷൻ രംഗത്തും പവർ സെക്ടറിലും നല്ല നല്ല കമ്പനികളുണ്ട്. അങ്ങനെയുള്ള കമ്പനികളിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ബഡ്ജറ്റിൽ ഇപ്പോൾ അധികം ഫോക്കസ് ചെയ്യാത്ത മറ്റൊരു ഏരിയ പേപ്പർ സെഗ്മെൻറ്റാണ്. പേപ്പർ, കെമിക്കൽ സെക്ടറിൽ വളരെ മീൻസ് എണ്ണി എടുക്കാൻ പറ്റുന്ന ചില കമ്പനികളുണ്ട്. അങ്ങനെയുള്ള കമ്പനികളിലേക്ക് കെമിക്കൽ സെക്ടർ, പേപ്പർ സെക്ടർ, ഐ ടി ഫോക്കസ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. കാരണം IT-യുടെ റിസൾട്ട് ടേൺ അറൗണ്ട് കാണിക്കുന്നത് IT-യിൽ ഫോക്കസ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. അങ്ങനെ സെലക്റ്റഡ് ആയിട്ടുള്ള പോക്കറ്റുകളിൽ ഇപ്പോഴും വാല്യുവേഷൻ വൈസ് കംഫർട്ടബിൾ ഫീലിംഗ് നൽകുന്നുണ്ട്. അതായത് ഓൾറെഡി വളരെയേറെ റാലി ചെയ്തിട്ടുള്ള പല ഓഹരികളിലും പോയിട്ട് എക്സ്പോഷർ എടുത്തിട്ട് ഈ സമയത്ത് ചെറിയൊരു കറക്ഷൻ വന്നാൽ പോലും മാർക്കറ്റിൽ വലിയ രീതിയിൽ കറക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിലുള്ള സെക്ടറുകളിൽ, ഓവർ വാല്യൂഡ് ആയിട്ടുള്ള സെഗ്മെൻറ്റിൽ അത് നമ്മളെല്ലാവരും സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ബജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലും കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റുള്ള വീഡിയോയിൽ നമുക്ക് വരുന്ന സമയങ്ങളിൽ പറയാം. അപ്പോൾ മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള അനാലിസിസിലേക്ക് പോകുന്നതിന് മുന്നാടിയായിട്ട് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങളെ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഞങ്ങളുടെ റിസർച്ച് സജഷൻസിനും ഞങ്ങളുടെ റെക്കമെൻഡേഷൻസിനും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോക്ക് താഴെ കാണുന്ന ലിങ്കുകൾ വഴി അല്ലാതെ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തത്. കാരണം ഒരുപാട് ഫേക്ക് കാര്യങ്ങൾ ഫേസ്ബുക്കിലും ടെലിഗ്രാമിലൊക്കെ കാണുന്നു. സോ ഞങ്ങളുടെ വീഡിയോയുടെ താഴെ കാണുന്ന ലിങ്കുകൾ മാത്രം ഉപയോഗിച്ച് ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ആഴ്ച ഒരുപാട് റിസൾട്ടുകൾ, റിലയൻസിൻ്റെ റിസൾട്ട്, HDFC, ഇൻഫോസിസ്, വിപ്രോ, അങ്ങനെ ഒരുപാട് നല്ല റിസൾട്ടുകൾ ഈ ആഴ്ച വരാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട റിസൾട്ടുകൾ 3 ദിവസത്തെ റിസൾട്ടുകൾ നമുക്ക് ആദ്യം നോക്കാം. തിങ്കൾ, ചൊവ്വ, ബുധൻ. ജൂലൈ 15 വരാവുന്ന റിസൾട്ട് HDFC AMC ആണ്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ജിയോ ഫിനാൻഷ്യൽ സർവീസസ്, HDFC ലൈഫ്, ഇത്രയും കമ്പനികൾ ലാർജ് ക്യാപ്പിൽ നിന്നും തിങ്കളാഴ്ച റിസൾട്ടുമായിട്ട് വരുന്നുണ്ട്. മിഡ് ക്യാപ്പ് കമ്പനിയായിട്ടുള്ള ഹഡ്സൺ ആഗ്രോ റിസൾട്ട് പ്രഖ്യാപിക്കുന്നു തിങ്കളാഴ്ച, അതായത് നാളെ. സ്മോൾ ക്യാപ്പ് കമ്പനികളായിട്ടുള്ള ഉദയപൂർ സിമെൻറ്റ്, സ്പൈസ് ജെറ്റ്, ഗണേഷ് ഹൗസിംഗ്, ഗ്ലെൻമാർ ഡെൻ നെറ്റ്വർക്ക്, കേബിൾ കമ്പനിയായിട്ടുള്ള ഡെൻ നെറ്റ്വർക്ക്, ഇത്രയും കമ്പനികളാണ് തിങ്കളാഴ്ച റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. ഇതിൽ HDFC ലൈഫ്, അതായത് ലൈഫ് ഇൻഷുറൻസ് സെക്ടർ ഒരു വളരെ ടേൺ അറൗണ്ടാണ്. കാരണം ഇപ്രാവശ്യം നമ്മുടെ ബഡ്ജറ്റിൽ കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. കാരണം ഇപ്പോഴും ഇന്ത്യ അണ്ടർ ഇൻഷുർഡ് ആണ്. പല ആൾക്കാർക്കും അഡിക്വേറ്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് കവറേജ് ഇല്ല. അതിപ്പം ഹെൽത്ത് ഇൻഷുറൻസ് ആയാലും ലൈഫ് ഇൻഷുറൻസ് ആയാലും മറ്റുള്ള ജനറൽ ഇൻഷുറൻസ് ആയാലും രംഗത്ത് നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് നമ്മളിപ്പോഴും അണ്ടർ ഇൻഷുർഡ് ആണ്. സോ ഇൻഷുറൻസ് സെക്ടർ എന്ന് പറയുന്നത് വളരെയേറെ ഗ്രോത്ത് പ്രോമിസിങ് ആയിട്ടുള്ള ഒരു സെക്ടറാണ്. അതിൽ ഈ ബഡ്ജറ്റിലും കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ്. പ്രത്യേകിച്ചും ഈ ലൈഫ് ഇൻഷുറൻസും ഈ ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട GSTയിലൊക്കെ തന്നെ കുറവ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു അനുമാനം കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് സെക്ടറിൽ വളരെ പ്രോമിസിംഗ് ആണ്. ICICI ലൊംബാർഡ്, ICICI പ്രൂ, അതുപോലെ തന്നെ HDFC ലൈഫ് പോലുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് വളരെ SBI ലൈഫ് പോലുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് വളരെ സ്ട്രോങ് ആണ്. ഇൻഷുറൻസ് സെക്ടർ നമ്മൾ ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. അതിൽ ചൊവ്വാഴ്ച റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് ക്രിസിലാണ്, റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള ക്രിസിൽ. മറ്റൊന്ന് L&T ഫിനാൻസ്, ബജാജ് ഓട്ടോ, 3 കമ്പനികൾ ലാർജ് ക്യാപ്പിൽ നിന്നും. മിഡ് ക്യാപ്പ് കമ്പനികളായിട്ടുള്ള ഹിമാദ്രി കെമിക്കൽസ്, സെഞ്ചുറി ടെക്സ്റ്റൈൽസ്, അലോക് ഇൻഡസ്ട്രീസ് വരുന്നുണ്ട്. സ്മോൾ ക്യാപ്പ് കമ്പനികളായിട്ടുള്ള അഗ്രോടെക് ഫുഡ്, ജസ്റ്റ് ഡയൽ, ഡീപ് ഡെവലപ്പേഴ്സ്, നെറ്റ്വർക്ക് 18, TV18,
DB കോർപ്പ് പോലുള്ള കമ്പനികൾ. ബുധനാഴ്ചത്തെ റിസൾട്ട് കൂടി നമുക്ക് മനസ്സിലാക്കാം. ഏഷ്യൻ പെയിൻറ്റ് വരുന്നു, L&T ഇൻഫോടെക് വരുന്നു, മിഡ് ക്യാപ്പിൽ നിന്നും എൽക്കോൺ എഞ്ചിനീയറിംഗ്, സ്മോൾ ക്യാപ്പ് കമ്പനിയായിട്ടുള്ള ഹാത്വേ കേബിൾസ്, മൈക്രോ ക്യാപ്പ് കമ്പനിയായിട്ടുള്ള രത്നവീർ പ്രിസിഷൻ, അങ്ങനെയുള്ള കമ്പനികളുണ്ട്. വെള്ളിയാഴ്ചയാണ് നമുക്ക് റിലയൻസിൻ്റെ റിസൾട്ട് വരുന്നത്. വ്യാഴാഴ്ച വിപ്രോയുടെ റിസൾട്ട് വരുന്നു. സോ ഈ ആഴ്ച റിസൾട്ടുകൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുക. റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടും ഈ ഒരു ബജറ്റ് അല്ലെങ്കിൽ തന്നെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് മൂവ്മെൻറ്റുകൾ നമുക്ക് കാണേണ്ടി വരും. അതുപോലെ ഇൻ്റർനാഷണൽ ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ വളരെയേറെ ഇൻ്റർനാഷണൽ ഇവൻറ്റ്സ് ഉണ്ട്. ഇപ്രാവശ്യം നമുക്ക് ഒരു ട്രേഡിംഗ് ഡേ കുറവ് കൂടിയാണ്. ബുധനാഴ്ച ഇന്ത്യൻ മാർക്കറ്റ് മുഹറം പ്രമാണിച്ച അവധിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യാഴാഴ്ചത്തെ എക്സ്പയറി ബുധനാഴ്ചത്തെ എക്സ്പയറി ചൊവ്വാഴ്ച വരും. ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ചൊവ്വാഴ്ച ആയിരിക്കും. വ്യാഴാഴ്ച ആസ് യൂഷ്വൽ നിഫ്റ്റിയുടെ എക്സ്പയറി വരും. അപ്പോൾ ഇൻ്റർനാഷണൽ ഇവൻറ്റ്സ് നോക്കുന്ന സമയത്ത് ഈ ആഴ്ച ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ, ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വരാനുണ്ട്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡാറ്റ വരാനുണ്ട്, യൂറോപ്പിൽ നിന്നും അവരുടെ ECBയുടെ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരാനുണ്ട്. അതുപോലെ തന്നെ കോർ റീറ്റെയിൽ സെയിൽസ് ഡാറ്റ UK നിന്ന് വരാനുണ്ട്. സോ നമുക്ക് വളരെയേറെ പ്രാധാന്യമുള്ള ദിവസങ്ങൾ തന്നെയാണ് ഇൻ്റർനാഷണൽ ഇവൻറ്റ്സിലും വരാനുള്ളത്. ഇന്ത്യൻ മാർക്കറ്റ് തീർച്ചയായിട്ടും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിനെ പ്രാമുഖ്യം കൊടുക്കേണ്ടി വരും, കൊടുക്കുന്ന തരത്തിലായിരിക്കും മൂവ്മെൻറ്റ് എന്നുള്ളതാണ്. ഇനി നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. കൂടുതൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നോക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഗ്ലോബൽ സെയിൽസ് ഫിഗേഴ്സ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. മോശമില്ലാത്ത ഫിഗറാണ്. കാരണം Q1 സെയിൽസ് അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നത് 2% വർധനമാണ്. കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഗ്ലോബൽ സെയിൽസ്, അത് ഞാൻ ഉദ്ദേശിക്കുന്നത് JLR, ലാൻഡ് റോവർ ഒക്കെ ഉൾപ്പെടുന്ന JLRൻ്റെ കംപ്ലീറ്റ് ഫിഗേഴ്സ് ഉൾപ്പെടുന്ന ഫിഗറാണ്. 2% വർധനമാണ് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത്. അതായത് ഗ്ലോബലി നോക്കുകയാണെങ്കിൽ 3,29,847 വാഹനങ്ങളാണ് ടാറ്റ ഗ്രൂപ്പ് വിറ്റിരിക്കുന്നത്. ഇതിൽ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ ഡിമാൻഡ് 6% വർധനമാണ് കാണിക്കുന്നത്. കൊമേഴ്ഷ്യൽ സെഗ്മെൻറ്റിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. 93,410 വാഹനങ്ങളാണ് ടാറ്റ മോട്ടോഴ്സ് ഗ്ലോബലി വിറ്റിരിക്കുന്നത് ഈ ഒരു സെഗ്മെൻറ്റിൽ. ഇനി അവരൊരു പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഒക്കെ കൊണ്ടുവന്നിരുന്നു. ടാറ്റ മോട്ടോഴ്സ് ഫ്ലീറ്റ്വേസ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കൊണ്ടുവന്നിരുന്നു. അതുവഴി അവരുടെ ഏത് വാഹനങ്ങൾ ബുക്ക് ചെയ്യാനും ഫിനാൻസ് ചെയ്യാനും അതുപോലെ തന്നെ സെലക്ട് ചെയ്യാനും കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരുന്നു. അതിന് വലിയ റെസ്പോൺസ് കിട്ടിയതായിട്ടാണ് കമ്പനി പറയുന്നത്. ഇനി പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ഒരു കുറവ് വന്നിട്ടുണ്ട്. കാരണം ഇലക്ട്രിക് വെഹിക്കിൾസിലാണ് 1% കുറവ് വന്നിരിക്കുന്നത്. 1,38,682 വാഹനങ്ങളാണ് ഇലക്ട്രിക് സെഗ്മെൻറ്റിൽ ഒരു ഗ്ലോബലി വിറ്റിരിക്കുന്നത്. ഇനി JLRൻ്റെ സെയിൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആശാവഹമാണ്. 5% വർധനവ് JLRൻ്റെ സെയിൽസിൽ കാണിക്കുന്നുണ്ട് ഇയർ ഓൺ ഇയറിൽ. അതുപോലെ തന്നെ 97,755 വാഹനങ്ങളാണ് വിറ്റിരിക്കുന്നത്. ഇന്ത്യയിലെ ലാൻഡ് റോവറിൻ്റെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ മൊത്തം 97,755 വാഹനങ്ങൾ വിറ്റതിൽ ലാൻഡ് റോവർ 89,528 ജാഗോർ 8,227 വാഹനങ്ങളുമാണ്. ഇന്ത്യയിലെ കണക്ക് നോക്കുന്ന സമയത്ത് കൂടുതൽ മെച്ചപ്പെട്ടതായിട്ടാണ് കാണുന്നത്. കാരണം 2024 ഇതുവരെ ജാഗോർ ലാൻഡ് റോവർ ഇന്ത്യയിൽ വിറ്റിരിക്കുന്നത് മൊത്തം 1,984 വാഹനങ്ങളാണ്. അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷം 2023 മൊത്തമായിട്ട് 12 മാസം കൊണ്ട് വിറ്റത് 3,400 വാഹനങ്ങളാണ്. അതിപ്പോൾ തന്നെ ഓൾറെഡി 6 മാസം കഴിയുന്ന സമയത്ത് 1,900 വാഹനങ്ങളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. സോ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ സെയിൽസ് കൊണ്ടുവരാൻ പറ്റും പ്രീമിയം സെഗ്മെൻറ്റിലും എന്നാണ് ടാറ്റ വിചാരിക്കുന്നത്. സോ എനിവേ ടാറ്റയെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ തന്നെയാണ്. മറ്റൊന്ന്, ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നോക്കുന്ന സമയത്ത് കോഫി പ്രൈസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമുക്കറിയാം ചായപ്പൊടി ടീ ഡസ്റ്റിൻ്റെ വലിയ രീതിയിൽ മാറ്റമുണ്ട്. കാരണം ഇന്ത്യയിൽ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ടീ പ്രൊഡക്ഷനിൽ വലിയ രീതിയിലുള്ള മാറ്റം സംഭവിച്ചിരിക്കുന്നു. വെസ്റ്റ് ബംഗാൾ, ആസാം, അതുപോലെ തന്നെ നീലഗിരി മേഖലകളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ടീ പ്രൊഡക്ഷൻ കുറഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. 220 രൂപ വരെ 1 കിലോ ചായപ്പൊടിക്ക് വന്നിരുന്നതായിട്ട് ഓപ്ഷനിൽ വന്നതായിട്ട് അറിയുന്നു. ഇത് വരുന്ന ദിവസങ്ങളിൽ ടീ പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ ടീ കമ്പനികളെ സംബന്ധിച്ചിട്ട് വളരെ പ്രാധാന്യമുള്ളതാണ്. അതിനുശേഷം ഷുഗർ കമ്പനികളിൽ വന്നു. ഷുഗർ പ്രൈസസും കൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് വാർത്ത കോഫിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. കോഫിയിലും വലിയ രീതിയിലുള്ള ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഫോളാണ് പ്രൊഡക്ഷനിൽ സംഭവിച്ചിരിക്കുന്നത്. കാരണം ഏറ്റവും വലിയ കോഫി എക്സ്പോർട്ടറായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന വിയറ്റ്നാമിൽ നിന്നുള്ള വാർത്തകൾ ജൂൺ മാസത്തിൽ 50% ഇടിവാണ് എക്സ്പോർട്ടിൽ വിയറ്റ്നാമിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിലും കോഫി പ്രൊഡക്ഷൻ വളരെയേറെ കുറയാനുള്ള സാധ്യതകളാണ് കാണുന്നത്. കാലാവസ്ഥാ വ്യതിയാനമാണ് വിയറ്റ്നാമിലുള്ള പ്രശ്നം. അതുപോലെ കൊളംബിയയിൽ നിന്നുള്ള വാർത്തകൾ, കൊളംബിയ കോഫി, കോസ്റ്റാറിക്ക, പ്രധാനപ്പെട്ട എക്സ്പോർട്ടറായിട്ടുള്ള കോസ്റ്റാറിക്ക പോലുള്ള രാജ്യങ്ങളിലും കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് വളരെയേറെ പ്രൊഡക്ഷനിൽ വളരെയേറെ കുറവ് വന്നിരിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ നോക്കുകയാണ്
കോഫിയുടെ ഇപ്പോഴത്തെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നോക്കുന്ന റോബസ്റ്റ കോഫിക്ക് ഏകദേശം 4700 രൂപ പെർ ടണ്ണ് ഡോളറിന് വന്നിരിക്കുന്നു. ഏറ്റവും റെക്കോർഡ് ഹൈയിലാണ് റോബസ്റ്റ കോഫി വന്നിരിക്കുന്നത്. അറബിക്ക കോഫിയും 3 മാസത്തെ ഏറ്റവും വലിയ ഹൈയിലാണുള്ളത്. സോ കോഫി പ്രൈസസ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വളരെയേറെ കൂടുന്നു. ഇന്ത്യയിലെ കോഫി പ്രൊഡക്ഷൻ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അധിക രീതിയിലൊന്നും ബാധിച്ചില്ല എങ്കിൽ ഇതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടാൻ പോകുന്നത് ഇന്ത്യൻ കോഫി പ്രൊഡ്യൂസേഴ്സിനാണ്. വിയറ്റ്നാമിലുള്ള പ്രശ്നം, കൊളംബിയ, കോസ്റ്റാറിക്ക ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞു കഴിഞ്ഞു. സോ ഇന്ത്യയിൽ ശ്രദ്ധിക്കേണ്ട ഓഹരികൾ ഈ രംഗത്ത് CCL പ്രൊഡക്ട്സ് ആണ്. CCL പ്രൊഡക്ട്സ് എനിക്ക് തോന്നുന്നു 600-610 രൂപ നിലവാരത്തിലുണ്ട്. സോ ഒരു മീഡിയം ടേമിന് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓഹരിയാണ് CCL പ്രൊഡക്ട്സ്. കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് 575 താഴെ വെച്ചുകൊണ്ട് CCL പ്രൊഡക്റ്റ് 640-660 രൂപ വെക്കാം. ഒരു 6 മാസത്തെ ടാർഗറ്റ് ആണെങ്കിൽ ചിലപ്പോൾ ഒരു 700 വരെയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ കോഫി പ്രൈസസ് ആസ് ലോങ് ആസ് ഹൈയിൽ നിൽക്കുന്ന സമയത്ത് CCL പ്രൊഡക്റ്റാണ് ഏറ്റവും കൂടുതൽ കോഫി എക്സ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു കമ്പനി ടാറ്റ കൺസ്യൂമറാണ്. ടാറ്റ കോഫിയെ ടാറ്റ കൺസ്യൂമറിലേക്ക് ഓൾറെഡി മെർജ് ചെയ്ത് കഴിഞ്ഞു. സോ മറ്റൊരു ബെനിഫിറ്റ് കിട്ടാൻ പോകുന്ന ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ CCL പ്രൊഡക്റ്റും അതുപോലെ ടാറ്റ കൺസ്യൂമറും ആയിരിക്കും ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ച വന്നത് മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ട് ഓയിൽ ഇന്ത്യയിൽ വന്നിരിക്കുന്നു. ഓയിൽ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയെ സംബന്ധിച്ച് മോർഗൻ സ്റ്റാൻലി വളരെയേറെ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഉൾപ്പെടുത്താൻ കാരണം. ഇവർ ഇപ്പോൾ 500-ന് മുകളിൽ ട്രേഡ് ചെയ്യുന്ന ഈ ഓരോരിക്ക് 700-ന് മുകളിലാണ് മോർഗൻ സ്റ്റാൻലി ടാർഗറ്റ് പറയുന്നത്. ഇതിന് കാരണമായിട്ട് പറയുന്നത് അവർ പറയുന്നത് അടുത്ത 4 വർഷം കൊണ്ട് ഏകദേശം റവന്യൂ ഡബിളായി വളരാനുള്ള സാധ്യതയാണ്. മറ്റൊന്ന് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ, അതായത് കമ്പനിയുടെ റിയൽ ബിസിനസ്സിൽ നിന്നുള്ള ക്യാഷ് ഫ്ലോ വളരെയേറെ കൂടാൻ സാധ്യതയുണ്ട്. അടുത്ത 3 വർഷം കൊണ്ട് നല്ല രീതിയിലുള്ള ക്യാഷ് ഫ്ലോ വർധന ഉണ്ടാവും. EPS ഒരു ഷെയറിന് മുകളിലുള്ള EPS 20% വരെ വർധന ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് മോർഗൻ സ്റ്റാൻലി അവകാശപ്പെടുന്നത്. ഇതിന് ഇവർ പറയുന്നത് ഇവരുടെ ഗ്യാസ് പ്രൊഡക്ഷൻ ഏഷ്യയിലെ ഏറ്റവും വലിയ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഫ്യൂവൽ റിഫൈനിങ് പ്രോഫിറ്റ് മീൻസ് ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം അടുത്ത 4 വർഷം കൊണ്ട് വർദ്ധിക്കും. അതിനു പുറമെ റിഫൈനറി ഹൈഡ്രോ കാർബൺ കപ്പാസിറ്റി ഇതുവരെ ഇവരുടെ സ്റ്റോക്കിൽ റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്നില്ല. സോ അതൊക്കെ നോക്കുന്ന സമയത്ത് അതും കൂടി വാല്യൂ ചെയ്യുന്ന സമയത്ത്, അതായത് റിഫൈനറിയും ഹൈഡ്രോ കാർബൺ കപ്പാസിറ്റിയും കൂടി ആ സ്റ്റോക്കിൻ്റെ വാല്യൂഷനിലേക്ക് എടുക്കുന്ന സമയത്ത് ഇപ്പോഴുള്ള വാല്യൂഷൻ വളരെ കുറവാണ് എന്നുള്ളതാണ് മോർഗൻ സ്റ്റാൻലിയുടെ അഭിപ്രായം. സോ ഓയിൽ ഇന്ത്യയാണ് മറ്റൊരു സ്റ്റോക്കായിട്ട് പറയുന്നത്. 500 നിലവാരത്തിൽ 530 നിലവാരത്തിലാണ് ഉള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. സോ മോർഗൻ സ്റ്റാൻലി പറയുന്ന ഒരു ടാർഗറ്റ് 700-ന് മുകളിലാണ് ഓയിൽ ഇന്ത്യക്ക്. മറ്റൊന്ന് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് വന്നത്. അതിൽ DRDO ഡിഫൻസ് എക്യുപ്മെൻറ്റ്സും മറ്റൊക്കെ പ്രൊക്വയർ ചെയ്യുന്ന ഏജൻസിയാണ് DRDO അവരുടെ ഒരു പുതിയ മിസൈൽ ടെസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മീൻസ് പ്രൊക്വയറിങ് ഏജൻസി മാത്രമല്ല, അവർ മിസൈലുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ടെസ്റ്റിംഗ് ഏജൻസി കൂടിയാണ്. സോ അവർ ഒരു പുതിയ അസ്ത്ര MK1 MK2 എന്ന് പറയുന്ന ഒരു പുതിയ മിസൈൽ ടെസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ പ്രൊഡക്ഷൻ ഭാരത് ഡൈനാമിക്സിനാണ് കൊടുക്കാൻ പോകുന്നത്. ഇന്ത്യൻ മീൻസ് വ്യോമസേനയ്ക്കും അതിനുശേഷം ഇന്ത്യൻ നേവിക്കും ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുമെന്നുള്ളതാണ്. ഇത് എയർ ടു എയർ മിസൈലാണ്. എയർ ടു എയർ മിസൈലാണ്. എറർ മാർജിൻ വളരെ കുറവായിട്ടൊരു മിസൈലാണെന്നാണ് അവകാശപ്പെടുന്നത്. ഇതിൻ്റെ പ്രൊഡക്ഷനും ഇത് 50,000 കോടി രൂപയുടെ ഡിഫൻസ് എക്സ്പോർട്ട് എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് നമുക്ക് 2027-29 സോ ഇതിൽ കൂടി ഉൾപ്പെടുത്താൻ ഈ ഒരു മിസൈലിൻ്റെ ടെസ്റ്റിങ്ങിന് ശേഷം ഇത് വികസിപ്പിച്ച ശേഷം ഇതുകൂടി എക്സ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നതെന്നാണ് അറിയുന്നത്. സോ ഇത് MiG-29, തേജസ് MK1, തേജസ് MK2 എന്നീ ഫ്ലൈറ്ററൊക്കെ ഇത് അല്ലെങ്കിൽ ഫൈറ്റർ ഫ്ലൈറ്റ്സിലൊക്കെ തന്നെ ഇത് എക്യുപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സോ ഇതിൻ്റെ ഒരു ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ഭാരത് ഡൈനാമിക്സ് ആയിരിക്കും, BDL ആയിരിക്കും. ഇതാണ് മറ്റൊരു കാര്യം. ഇനി നമുക്ക് നമ്മുടെ സെഗ്മെൻറ്റിലേക്ക് വരാം. ഇതുപ്രകാരം നമ്മൾ കഴിഞ്ഞ ആഴ്ചയും ഓഹരികൾ നിശ്ചയിച്ചിരുന്നു, ഓഹരികൾ പറഞ്ഞിരുന്നു. ഹിന്ദുസ്ഥാൻ കോപ്പർ പറഞ്ഞിരുന്നു. ഹിന്ദുസ്ഥാൻ കോപ്പർ 345-ന് മുകളിൽ വരികയുണ്ടായി. പിന്നീടാണ് അവിടുന്ന് തിരുത്തലുകൾക്ക് വിധേയമായത്. ഹിന്ദുസ്ഥാൻ കോപ്പർ ഇപ്പോഴും ഒരു സ്ട്രോങ് ഹോൾഡ് തന്നെയാണ്. നമ്മൾ ടാർഗറ്റ് ആയിട്ടുള്ള 345-55 റേഞ്ചിലേക്ക് വരും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നു എങ്കിലും CMS ഇൻഫോസിസ്റ്റം നല്ല രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. 535-38 റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. CMS ഇൻഫോസിസ്റ്റവും നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ സന്തോഷം. പിന്നെ മറ്റു പല ഓഹരികളിലും തന്നെ നമ്മൾ മുന്നേ നിശ്ചയിച്ച ഓഹരികളിലും നിങ്ങൾ പ്രോഫിറ്റ് എടുത്തു എന്ന് പറഞ്ഞാൽ സന്തോഷം. ഇന്ന് നിശ്ചയിക്കാൻ പോകുന്ന ഒരു ഓഹരി എന്ന് പറയുന്നത് ഞാൻ വളരെയേറെ മുൻപേ ചെയ്ത ഒരു ഓഹരി, ഇപ്പോൾ അത് റീറീറ്റ് ചെയ്തിരുന്നു. KPIT ടെക്നോളജിയാണ്. KPIT ടെക്നോളജി വെള്ളിയാഴ്ച നല്ല രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ കമ്പനി എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ അതുപോലെ തന്നെ ഇലക്ട്രോണിക് സൊല്യൂഷൻസ് ഒക്കെ കമ്പനികൾക്ക് അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന ഒരു ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനിയാണ്. IT ബാക്കപ്പ് കൂടി ഈ കമ്പനിക്കുണ്ട്. പൂനെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്.
സോ ഈ കമ്പനിയുടെ ഈ സമയത്ത് ഇപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിംഗ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സർവീസ് പ്രൊവൈഡറാണ് KPIT ടെക് എന്ന് പറയുന്നത്. ക്ലയൻറ്റ് ബേസ് വളരെ സ്ട്രോങ് ആണ്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഒരുപാട് ഇവർക്കുണ്ട്. മാനേജ്മെൻറ്റ് വളരെ കോൺഫിഡൻ്റ് ആണ്. അവരുടെ ഏർണിങ്സ് കോൾസിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് മാനേജ്മെൻറ്റ് വളരെ പോസിറ്റീവാണ്. അവരുടെ മാർജിൻ കൂടാനുള്ള സാധ്യതകൾ കാണുന്നു. 447 മില്യൻ്റെ ഓർഡറുകളാണ് കഴിഞ്ഞ ഒരു ക്വാർട്ടറിൽ മാത്രം കമ്പനി ക്യാൻവാസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ മാർജിൻ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. കപ്പാസിറ്റി എഡിഷന് ശ്രമിക്കുന്നുണ്ട്. കമ്പനി ഒരു JVയിൽ ഏർപ്പെടുത്തിയിരുന്നു. ഫ്രെഡ് റെസ്റ്റഡ് എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടൊരു JVയിൽ കമ്പനി വന്നിട്ടുണ്ടായിരുന്നു. അവർ KPITയുടെ സബ്സിഡിയറിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അവർ ഓട്ടോമോട്ടീവ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഡെവലപ്മെൻറ്റ്സിൽ തന്നെയാണ് അവരും ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. Q4 45% റവന്യൂ ഗ്രോത്തും 55% പ്രോഫിറ്റ് ഗ്രോത്തും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. FIIസിന് 23.98% ഹോൾഡിങ്സ് ഉള്ളൊരു കമ്പനിയാണിത്. അതുപോലെ തന്നെ പ്രൊമോട്ടേഴ്സ് 39.47% ഓഹരികൾ കൈയാളുന്നുണ്ട്. 70% റിട്ടേൺ ആണ് കമ്പനി ഇതുവരെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു വർഷം, കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ. എനിക്ക് തോന്നുന്നു 1800 നിലവാരത്തിലാണ് KPIT ടെക് ഉള്ളത്. കൃത്യമായിട്ടുള്ള ലെവലുകളിൽ നമ്മൾ ഓടി കയറി സ്റ്റോക്കിലേക്ക് എൻട്രി ചെയ്യണമെന്നില്ല. അടുത്ത ഒരു മൂവ്മെൻറ്റ് KPIT ടെക്നോളജിക്ക് 2000 മുകളിലായിരിക്കും, അല്ലെങ്കിൽ 2000-2100 ലെവലുകളിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് KPIT ടെക്നോളജി കാണിക്കുന്നത്. പ്രത്യേകിച്ചും TCSൻ്റെ റിസൾട്ട് കൂടി പോസിറ്റീവ് ആയത് കാരണം ആ ഒരു സെൻറ്റിമെൻറ്റ്സ് കൂടി പോസിറ്റീവാണ്. അതിലും ഒരു അഡ്വാൻറ്റേജ് KPIT ടെക്നോളജിക്കുണ്ട്. പ്രത്യേകിച്ചും ഓട്ടോമൊബൈൽ സെഗ്മെൻറ്റിൽ വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ KPIT ടെക്നോളജിയിലും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ വരാൻ സാധ്യതയുണ്ട്. മറ്റൊരു സബ്സ്ക്രൈബേഴ്സ് ഉന്നയിച്ചൊരു ക്വസ്റ്റ്യൻ അദാനി പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മളെല്ലാവരും കണ്ടതാണ്, കഴിഞ്ഞ ആഴ്ച വിഴിഞ്ഞം കേരളത്തിലെ മദർഷിപ്പ് വന്നു. അവിടെ ഉണ്ടായിരുന്ന മാധ്യമ അറ്റൻഷനും ഒക്കെ തന്നെ ശ്രദ്ധിച്ചിരിക്കും. അപ്പോൾ എത്രമാത്രം ഡെവലപ്മെൻറ്റ്സ് ആണ് വിഴിഞ്ഞത്തേക്ക് വരാൻ പോകുന്നത്. ഇതാണ് പല വീഡിയോകളിലായിട്ട് അദാനി പോർട്ടിനെ ഞാൻ എത്രമാത്രം ബൂസ്റ്റ് ചെയ്തു എന്നുള്ളത് അറിയാം. ഇപ്പോഴും അദാനി പോർട്ടിനെ ഞാൻ പോസിറ്റീവ് തന്നെയാണ്. നമ്മൾ ഒരു 5 വർഷത്തേക്കുള്ള ഒരു ഓഹരി എന്ന നിലയിൽ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നല്ല റിട്ടേൺ അദാനി പോർട്ടിൽ വന്നു. ഇപ്പോഴും ഞാൻ പറയുന്നു ഇമ്മീഡിയറ്റ് ടാർഗറ്റ്, ഇനി അടുത്തൊരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 1700-750 അദാനി പോർട്ടിനുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ അദാനി പോർട്ട് ഇപ്പോഴും പോസിറ്റീവ് തന്നെയാണ്. അദാനി പോർട്ട് ഒരു വർഷങ്ങളോളം കയ്യിൽ വെക്കാനുള്ള ഓഹരി എന്ന നിലയിൽ വാങ്ങുക. നിങ്ങൾ മാസത്തിലൊരു അദാനി പോർട്ടെങ്കിലും വാങ്ങി കയ്യിൽ വെക്കുക എന്നുള്ളതാണ്. കാരണം ഇന്നത്തെ രാവിലത്തെ ന്യൂസ്, അവർക്ക് വിയറ്റ്നാമിലൊരു പോർട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടിയിരിക്കുന്നു. ഇൻ്റർനാഷണൽ തലത്തിൽ അവർ 4ാമത്തെ പോർട്ടാണ് ബിൽഡ് ചെയ്യുന്നത്. അതായത് ആദ്യം അവർ ഇസ്രായേൽ ഹൈഫ ഡെവലപ്പ് ചെയ്തു, അതിനുശേഷം കൊളംബോ ഡെവലപ്പ് ചെയ്തു, അതിനുശേഷം അവർ പോയത് കൊളംബോ ഡെവലപ്പ് ചെയ്തു, 3ാമത്തെ ദാറുൽസലാം, അതായത് ടാൻസാനിയയിലൊരു പോർട്ട് ഡെവലപ്പ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ 4ാമത്തെ പോർട്ട് അവർക്ക് കിട്ടുന്ന വിയറ്റ്നാമാണ്. അവിടുന്ന് ഗവൺമെൻറ്റിലെ ഒരു അപ്രൂവലൊക്കെ ആയി എന്നാണ് അറിയുന്നത്. പക്ഷേ കോസ്റ്റും എസ്റ്റിമേഷനും അത്രമാത്രം ഡീറ്റെയിലേക്ക് പോയിട്ടില്ല. അദാനി പോർട്ട് ഇൻ്റർനാഷണൽ രംഗത്തും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തും പോർട്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനി തന്നെയാണ്. അതിൻ്റെ വ്യൂ ഇപ്പോഴും പോസിറ്റീവാണ്. LNTയുടെ വ്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു. LNT ഒന്നും നമുക്ക് സെൽ സൈഡിലേക്ക് വരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ബജറ്റും ഇൻഫ്രാസ്ട്രക്ചറും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറിയിൽ പാർട്ടായിട്ടുള്ള ഒരു ഓഹരിയാണ് LNT എന്ന് പറയുന്നത്. LNTയിലൊന്നും നമുക്കൊരു സെൽ സൈഡ് ഇപ്പോഴും ഇല്ല. 900, 800, 700 റേഞ്ച് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇതുവരെ എന്ത് തന്നെ മാർക്കറ്റ് അടിച്ചാലും ഇറങ്ങിയാലും സെല്ല് കൊടുക്കാത്തൊരു ഓഹരിയാണ് LNT എന്ന് പറയുന്നത്. സോ LNT ഒക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ കുറച്ചുകൂടി കഴിഞ്ഞു പോകുന്ന സമയത്ത് പല ബിസിനസ്സുകളും ഡീമർജ് ചെയ്ത് പോകാൻ വരെ സാധ്യതയുണ്ട്. ഇപ്പോൾ റിലയൻസ് ഒക്കെ ചെയ്യുന്നത് പോലെ ഡീമർജ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ LNT ഒക്കെ എപ്പോഴും കയ്യിൽ വെക്കേണ്ട ഒരു ഓഹരി തന്നെയാണ്. റിലയൻസ് കയ്യിൽ വെക്കേണ്ട ഓഹരിയാണ്, അതിലൊന്നും മാറ്റമില്ല. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കിങ് സെക്ടറിൽ കംഫർട്ടബിൾ നമുക്ക് തോന്നുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്ക്. വാല്യുവേഷൻ വൈസ്, ബ്രാഞ്ച് വൈസ്, അവർ ഹോൾഡ് ചെയ്യുന്ന ക്യാഷ്, ഡെപ്പോസിറ്റ്സിൻ്റെ വൈസൊക്കെ നോക്കുന്ന സമയത്ത് 800-850 ഈസ് നത്തിങ്. എനിക്ക് തോന്നുന്നു ഒരു 900-ന് മുകളിൽ, 1000-ന് മുകളിലൊക്കെ SBI പോകേണ്ട സമയമായി. അപ്പോൾ SBI വാല്യുവേഷൻ വൈസ് കംഫർട്ടബിളാണ്. പ്രൈവറ്റ് ബാങ്കിങ് സെക്ടറിൽ 2 ബാങ്കുകൾ, ആക്സിസ് ബാങ്കും ICICI ബാങ്കും. ആക്സിസ് കുറച്ചുകൂടി പോസിറ്റീവാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സെക്ടർ മൊത്തമായിട്ട് പോസിറ്റീവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, പക്ഷേ ചില സ്റ്റോക്കുകളിൽ വാല്യുവേഷൻ വൈസ് വളരെ കംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയുള്ള ഓഹരികളിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഡിപ്സ് വരുന്ന സമയത്ത് അങ്ങനെ ഓഹരികൾ നോക്കി വെച്ച് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് തീമായിരിക്കും പ്രശ്നം. കാരണം ഇനി അങ്ങോട്ട് 1 വർഷം 2 വർഷം എന്നൊക്കെ പറയുന്നത് കുറച്ച് പൈസ ഇടാം, കുറേ പൈസ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ. കോൺസ്റ്റൻ്റായിട്ട് മോണിറ്റർ ചെയ്ത് വാല്യുവേഷൻ വൈസ് നമ്മൾ ഫണ്ട് തിരിച്ചു മറിച്ചു ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു കൃത്യമായിട്ടൊരു പോർട്ട്ഫോളിയോ വളരെ ചെറിയ പോക്കറ്റ്സ് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിൽ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് വേറൊരു ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ പക്ഷേ
കൂടുതൽ സാധ്യത നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നതിനെ കൊണ്ടൊന്നും യാതൊരു തെറ്റുമില്ല. അതൊക്കെ അപ്രൂവ്ഡ് ആണ്. ഞങ്ങളൊക്കെ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഇപ്പം ജോയിൻ ചെയ്യാവുന്നതാണ്. അതിന് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കൃത്യമായി അത് ഞങ്ങളുടെ കൂടി കടമയാണ്, നമ്മുടെ ഒപ്പം ചേരുന്നവരെ മാക്സിമം ബെനിഫിറ്റ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒന്നുകൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അതുവഴി ഞങ്ങളോട് അസോസിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. വളരെ പ്രധാനപ്പെട്ട ഒരു ആഴ്ചയിലേക്ക് കടക്കുകയാണ്. ട്രേഡേഴ്സും എല്ലാവരും തന്നെ കോൺഷ്യസോട് കൂടി ട്രേഡ് ചെയ്യുക. മാർക്കറ്റ് ഹയർ ലെവലിലാണ്. അപ്പം ഹെൽത്തി കറക്ഷൻസ് വരാം. അതൊരു പാനിക് സെല്ലിങ്ങിലേക്ക് പോവില്ല. ഹെൽത്തി കറക്ഷൻസ് വരാം. ആ സമയത്ത് ഇതേപോലുള്ള നല്ല സ്റ്റോക്കുകൾ നോക്കി ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം വീക്ക് ആശംസിക്കുന്നു. ഒരാഴ്ച കുറവുള്ള ഒരു ട്രേഡിംഗ് ആഴ്ച കൂടിയാണിത്. അതിനനുസരിച്ചിട്ടുള്ള പ്ലാനുകളും സ്ട്രാറ്റജികളൊക്കെ തന്നെ പ്ലാൻ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.